ഡയാന പേടിയോടെ പുറകിലേക്ക് നീങ്ങിയിട്ട് അല്ലുവിനെ നോക്കി. നിങ്ങൾ പറഞ്ഞല്ലോ അവളുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെ. ആ പറഞ്ഞ നിങ്ങളെ പച്ചയ്ക്ക് കത്തിക്കാനാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. ഞാനത് ചെയ്യാത്തത് നിങ്ങളെ തീർത്ത് ജയിലിൽ പോകാൻ എനിക്കിപ്പോൾ സമയമില്ല. എനിക്ക് ചെയ്തു തീർക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇനി ഒരു നിമിഷം ഇവിടെ നിങ്ങളെ കണ്ടാൽ ഞാൻ വെറും വാക്കുകൾ പറയാറില്ല. ഇപ്പോൾ ഇറങ്ങിക്കോണം, അമ്മയും മോളും അപ്പനും ഒക്കെ, അല്ലു വലിഞ്ഞു മുറിക്കാൻ മുഖത്തോടെ പറഞ്ഞു. അവൻ്റെ ഓരോ വാക്കും അവരെ ഭയപ്പെടുത്തി. അല്ലു ദേവുവിനെ ദേഷ്യത്തിലൊന്ന് നോക്കി. അവൾ അവനെ നോക്കാതെ താഴെ നോക്കി നിന്നു. അല്ലു പാഞ്ഞവളുടെ അടുത്തേക്ക് വന്നു. നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ദേഷ്യത്തിൽ നിൽക്കുമ്പോൾ എൻ്റെ ഇടയിൽ വന്ന് കയറരുതെന്ന്. നിന്റെ കരണമടിച്ചു പോയിക്കാൻ എനിക്ക് അറിയാഞ്ഞിട്ടല്ല. വയറ്റിൽ എൻ്റെ കൊച്ചു കിടപ്പുണ്ട്. ഇനി ഒരിക്കൽ കൂടെ ഇതുപോലെ വന്നാൽ പറഞ്ഞില്ലെന്ന് വേണ്ട. അവളെ നോക്കി അത്രയും പറഞ്ഞു അല്ലു പുറത്തേക്ക് പോയി. ദേവ് കരഞ്ഞുകൊണ്ട് മുറിയിലേക്ക് പോയി. ക്രിസ്റ്റിയുടെ അമ്മ ഡയാനയുടെ അടുത്തേക്ക് വന്നു. ഡയാന അവരെ പേടിയോടെയാണ് നോക്കിയത്. നിങ്ങളോട് സത്യത്തിൽ വെറുപ്പും ദേഷ്യവുമല്ല, വിവരമില്ലാത്തുള്ള നിങ്ങളുടെ സംസാരത്തോട് വെറും സഹതാപമാണ് തോന്നുന്നത്. എൻ്റെ മകൻ കാരണം നാളെ ഈ ഇരിക്കുന്ന മോൾ ഒരു പഴിയും കേൾക്കാതെ ഇരിക്കാനാണ് അവൻ അവളുടെ കഴുത്തിൽ അവസാന നിമിഷമെങ്കിലും ആ മിന്നു ചാർത്തിയത്. പിന്നെ അവളുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞ് ഞങ്ങളുടെ മകൻ്റെ ചോരയാണെന്ന് നിങ്ങൾ പറയാതെ തന്നെ അറിയാം. അതിൻ്റെ പേരിൽ അവൾ ഒരിക്കലും ആരുടെ മുന്നിലും തല കുനിക്കേണ്ടി വരില്ല. ഇനി എൻ്റെ മോളുടെ കാര്യത്തിൽ എന്തെങ്കിലും അഭിപ്രായം പറഞ്ഞു വന്നാൽ എല്ലാം നഷ്ടമായി തകർന്നിരിക്കുന്ന എൻ്റെ പ്രതികരണം ഇങ്ങനെയാകില്ല. ഇപ്പോൾ നിങ്ങളെ ഒന്നും ചെയ്യാതെ പോകുന്നത് ആ പോയവൻ ഇപ്പോൾ പറഞ്ഞ് നിങ്ങൾക്ക് ആവശ്യത്തിൽ കൂടുതൽ തന്നു കഴിഞ്ഞു. ഡയാനയ്ക്ക് നേരെ കൈ ചൂണ്ടി അമർഷത്തോടെ പറഞ്ഞു അവർ നിയയുടെ അടുത്തേക്ക് പോയി. ക്രിസ്റ്റിയുടെ അച്ഛൻ ഡെവിയുടെ അടുത്തേക്ക് നടന്നു. അയാളുടെ കയ്യിൽ മുറുകെ പിടിച്ചു. ഞങ്ങൾ പൊന്നുപോലെ നോക്കി വളർത്തിയ ഞങ്ങൾക്ക് സ്വന്തമായിട്ടുണ്ടായിരുന്ന ഞങ്ങളുടെ കുഞ്ഞു പോയി. അവൻ ഞങ്ങൾക്ക് പോകും മുന്നേ തന്നുപോയത് ഈ മോളെയും അവളുടെ ഉള്ളിലുള്ള കുഞ്ഞുമാണ്. അവരെ ഞങ്ങൾക്ക് വേണം. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എൻ്റെയും അവളുടെയും അവസാനം വരെ ഞങ്ങളുടെ മോളായി ഞങ്ങളുടെ കൂടെ വേണം. നാളെ രാവിലെ ഞങ്ങൾ പോരും. ആരും ഇനി ഒരു എതിർപ്പും പറയരുത്. ആ സ്ത്രീ പറയുന്നത് പോലെ പാതി വഴിയിൽ ഉപേക്ഷിച്ചു പോകാനല്ല, അവളുടെ ഭർത്താവിൻ്റെ വീട്ടിലേക്ക് പൂർണ്ണ അധികാരത്തിൽ അവകാശത്തിലാണ് അവളെ കൊണ്ടുപോകുന്നത്. ഇടയ്ക്ക് ഞങ്ങൾ വരും. അയാൾ അത്രയും പറഞ്ഞ് അകത്തേക്ക് പോയി. ഡെവി നിയയെ നോക്കി. അപ്പോഴേക്കും ജെസ്സി അവളെ കൈ കഴുകാൻ കൂട്ടിക്കൊണ്ടുപോയി. അവിടെ അത്രയും ബഹളമുണ്ടായിട്ടും ഒന്നും അറിയാത്ത പോലെ, ഒരു പാവയെ പോലെ എല്ലാവരും പറയുന്നത് അതുപോലെ അനുസരിക്കുന്ന നിയയെ കണ്ട് ആ അച്ഛൻ്റെ നെഞ്ച് കലങ്ങി. അധികം വൈകാതെ തന്നെ ഡയാനയും കുടുംബവും ഇറങ്ങി. അല്ലു പുറത്തേക്ക് പോയിട്ട് ഒരുപാട് വൈകിയാണ് തിരിച്ചു വന്നത്. വരുമ്പോൾ എല്ലാവരും കിടന്നിരുന്നു. അവൻ മുറിയിലേക്ക് പോകും മുന്നേ നിയയുടെ മുറിയുടെ വാതിൽക്കൽ വരെ പോയി നോക്കി. നിയ കണ്ണ് തുറന്ന് കിടപ്പുണ്ട്. ക്രിസ്റ്റിയുടെ അമ്മ അവളെ പൊതിഞ്ഞു പിടിച്ചു കിടപ്പുണ്ട്. അവൻ അവരെ ഒന്ന് നോക്കിയിട്ട് വാതിൽ ചാരി മുറിയിലേക്ക് പോയി. അവൻ അവിടെ നിന്ന് പോയതും നിയ വാതിൽക്കലേക്ക് ഒന്ന് നോക്കി. അല്ലു മുറിയിലെത്തുമ്പോൾ ദേവു അവനെ നോക്കിയിരിപ്പുണ്ട്. അവൻ അവളെ കാണാത്ത പോലെ ഡ്രസ്സ് മാറി പോയി കിടന്നു. അവളും അവൻ്റെ അടുത്ത് കിടന്നുവെങ്കിലും എന്തെങ്കിലും ചോദിച്ചാൽ അവൻ്റെ പ്രതികരണം എന്താകുമെന്ന് ഓർത്ത് അവൾക്ക് പേടിയുണ്ട്. അല്ലു ഇപ്പോൾ ദേവുവിനോട് സംസാരിക്കുന്നത് തന്നെ അപൂർവമാണ്. അതും ഒന്നോ രണ്ടോ വാക്കു മാത്രം. ഇച്ചായ, അവൾ രണ്ടും കൽപ്പിച്ച് പതിയെ വിളിച്ചു. അവനൊന്നും മിണ്ടിയില്ല. ഇച്ചായ, നാളെ. അവൾ എന്തോ പറയാൻ തുടങ്ങിയതും അല്ലു അവളെ തടഞ്ഞു. രാത്രി കിടക്കാൻ സമയമെങ്കിലും ഇത്തിരി മനസമാധാനം താ നീ. ഒന്നാമതേ മനുഷ്യന് ഭ്രാന്ത് പിടിച്ചിരിക്കുക. അപ്പോഴേ അവളുടെ കിച്ചായ ശല്യം. അല്ലു ദേഷ്യത്തിൽ വായിൽ വന്നതൊക്കെ വിളിച്ചു പറഞ്ഞു എണീറ്റ് ഓഫീസിലൊന്ന് കയറി ഡോർ വലിച്ചടച്ചു. ദേവു അവൻ പോയ വഴിയെ ഒന്ന് നോക്കി. അവൾക്കറിയാം അവൻ്റെ മനസ്സ് ഈ ദേഷ്യത്തിൻ്റെ മുഖംമൂടി ഉള്ളിലെ സങ്കടം മറയ്ക്കാനുള്ള ഒരു മൂടുപടം മാത്രമാണെന്ന്. പക്ഷേ അവൻ്റെ വാക്കുകൾ അവളെ വേദനിപ്പിച്ചു. അവളുടെ കണ്ണൊന്ന് നിറഞ്ഞു. അവൾ വയറ്റിലേക്ക് കൈ ചേർത്ത് കണ്ണടച്ചു കിടന്നു. അല്ലു ആരോടോ ഫോണിൽ വെച്ച് സംസാരിച്ചു കഴിഞ്ഞ് അവൻ്റെ മുന്നിലിരിക്കുന്ന ചിത്രങ്ങളിൽ ഒന്ന് റെഡ് മാർക്ക് ചെയ്തു വെച്ചു. പിറ്റേന്ന് രാവിലെ തന്നെ ആഹാരം കഴിച്ച് എല്ലാവരോടും യാത്ര പറഞ്ഞ് നിയയെ കൊണ്ട് അവർ ഇറങ്ങാൻ തുടങ്ങി. എല്ലാവരും അവരെ ചേർത്ത് പിടിച്ചു. അല്ലുവിൻ്റെ അടുത്തെത്തിയപ്പോൾ മാത്രം അവൾ അവനെ മുഖമുയർത്തി നോക്കി. അവളുടെ നോട്ടം കണ്ട് അവൻ അവളെ ചേർത്ത് പിടിച്ചു. അവനെങ്ങും പോയിട്ടില്ല, നിന്റെ കൂടെ തന്നെയുണ്ട്. മോള് വിഷമിച്ചിരുന്നാൽ ഉള്ളിലുള്ള കുഞ്ഞിനെ അത് ബാധിക്കും. ഇവർക്കിനി നീയേ ഉള്ളൂ. പഴയ നീയായി അവൻ എപ്പോഴും പറയുന്ന അവൻ്റെ പുലിക്കുട്ടിയായി വരണം എൻ്റെ മോള്. ചാച്ചൻ ഇടയ്ക്ക് വരും. അവളെ ചേർത്ത് പിടിച്ച് നെറ്റിയിൽ ചുംബിച്ചുകൊണ്ട് പറഞ്ഞു. അവർ അവളെയും കൂട്ടി ഇറങ്ങിയതും മറ്റൊരു കാർ മുറ്റത്ത് വന്ന് നിന്നു. ആഹാ, അപ്പനും മോൾക്കും സുഖമല്ലേ? പുച്ഛത്തോടെ ചോദിച്ചുകൊണ്ട് അല്ലു മുന്നിലെ ചെയറിലിരുന്നു. എങ്ങനെയുണ്ട് ഇവിടെ താമസമൊക്കെ? സുഖമല്ലേ? അല്ലു രണ്ടുപേരെയും മാറി മാറി നോക്കി ചോദിച്ചു. ഞങ്ങൾക്ക് സുഖത്തിന് ഒരു കുറവുമില്ല. നിനക്കും നിന്റെ വീട്ടുകാർക്കുമല്ലേടാ ഇപ്പോൾ സുഖക്കുറവ്? അയാൾ പുച്ഛത്തിൽ ചോദിച്ചു. ഓ, തന്തപ്പടിക്ക് ഇത്രയും കിട്ടിയിട്ടും അഹങ്കാരത്തിന് ഒരു കുറവുമില്ലല്ലോ സാനിമോളെ. അല്ലു പറഞ്ഞത് കേട്ട് അയാൾ അല്ലുവിനെ നോക്കി പുച്ഛിച്ചു. അല്ല, നിന്റെ നാവ് ഇറങ്ങിപ്പോയോടി? അല്ലു അവരുടെ മുഖത്തെ ഭയം മാറി പുച്ഛം നിറഞ്ഞത് ശ്രദ്ധിച്ചുകൊണ്ട് ചോദിച്ചു. അവളുടെ ചുണ്ടിൽ ഒരു ചിരി വിരിഞ്ഞു. എൻ്റെ നാവ് എങ്ങും പോയിട്ടില്ല. പക്ഷേ എൻ്റെ പ്രണയം ഈ ഭൂമിയിൽ നിന്ന് പോയി. ഞാൻ പറഞ്ഞയച്ചു. എനിക്കും അവൻ്റെ അടുത്തേക്ക് പോകണം. അതുകൊണ്ട് എന്നെ ആദ്യം. സാനു അല്ലുവിനെ നോക്കി അലറി.
നിന്റെ പ്രണയമോ? അതിന് നിനക്ക് അവനോട് പ്രണയമുണ്ടായിരുന്നോടി? അല്ലെങ്കിൽ തന്നെ പ്രണയം എന്താണെന്ന് നിനക്ക് അറിയോടി? അവളുടെ മുടിയിൽ മുറുകെ പിടിച്ചുകൊണ്ട് ചോദിച്ചു. വേദന കൊണ്ട് സാനി പിടഞ്ഞു. പ്രണയം പിന്നെ നിന്റെ അനിയത്തിക്ക് അറിയാമല്ലോ. കെട്ടിനു മുന്നേ കെട്ടാൻ പോകുന്നവന്റെ കൂടെ കിടക്കുന്നതാകും പ്രണയം, അയാൾ ഉച്ചത്തിൽ പറഞ്ഞു. അപ്പോഴേക്കും അല്ലു അവളുടെ മുടിയിൽ മുറുകെ പിടിച്ചു. സാനി വേദന കൊണ്ട് കിടന്ന് പുളഞ്ഞു വിളിക്കാൻ തുടങ്ങി. അവളെ വിടടാ, അയാൾ അല്ലുവിനെ നോക്കി അലറി. ഓ, അപ്പന് പൊള്ളുന്നുണ്ടല്ലോ. നീയും നിന്റെ ഈ മോളും നിന്റെയൊക്കെ പിഴച്ച നാവും കൊണ്ട് എന്തെങ്കിലും വിളിച്ചു പറഞ്ഞാൽ നിന്നെയല്ല, നിന്റെ മുന്നിൽ വെച്ച് നിന്റെ ഈ പൊന്നുമോള് വേദനിക്കും, അല്ലു പറഞ്ഞു. അപ്പോഴും അയാളിൽ അഹങ്കാരം നിറഞ്ഞ പുച്ഛച്ചിരിയാണ്. അല്ല, നിനക്ക് ആരുടെയോ അടുത്ത് പോണമെന്ന് പറഞ്ഞില്ലേ? അവിടെ നീ പോകുമ്പോൾ അവിടെ ക്രിസ്റ്റിയല്ല, പകരം നിന്റെ സ്വന്തം ചേട്ടനാകും സഹൽ. സാനി ഞെട്ടലോടെ അവനെ നോക്കി. അവന്റെ ചുണ്ടിൽ പുച്ഛച്ചിരി വിരിഞ്ഞു. അല്ലു നേരെ അയാളുടെ മുന്നിൽ വന്നു നിന്നു. ഡോ കിളവാ, താൻ എന്താ വിചാരിച്ചത്? ഞാൻ വെറും മറ്റേ മോനാണെന്നോ? തൻ്റെ അപ്പം പഠിച്ച സ്കൂളിൽ PhD എടുത്ത എന്നോട് വേണോടോ തൻ്റെ മറ്റേ പരിപാടി? അല്ലുവിൻ്റെ ചോദ്യം കേട്ടിട്ടും അയാൾ മുഖമുയർത്തി നോക്കിയില്ല. എൻ്റെ ചാച്ചൻ എവിടെ? സാനി പെട്ടെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞില്ലേ മോളെ, നിന്റെ ഈ ഇരിക്കുന്ന അപ്പൻ എൻ്റെ ചെക്കന് ഒരു പണി കൊടുക്കാൻ നോക്കി. അത് നിന്റെ ചാച്ചന് കൊടുത്തു. ഞാൻ സ്വസ്ഥമായ ഒരു യാത്ര പറഞ്ഞു വിട്ടിട്ടുണ്ട്. നിന്റെ അപ്പൻ ഉടനെ അങ്ങ് പോവും മോനെ കാണാൻ. പക്ഷേ മോള് പോകില്ല. അല്ലു പറഞ്ഞത് മനസ്സിലാകാതെ സാനി നോക്കി. താൻ ചെവി തുറന്ന് കേൾക്കണം. താനും തൻ്റെ മറ്റവനുമുണ്ടല്ലോ ഡോക്ടർ സാഗർ, അവൻ്റെയും മറ്റേടത്തെ പ്ലാനും പദ്ധതിയും ഒക്കെ പൊളിച്ചു ഞാൻ കയ്യിൽ കൊടുത്തു. അതുകൊണ്ടാണ് തൻ്റെ കോൾ കണ്ടിട്ട് സാഗർ ഡോക്ടർ എടുക്കാത്തത്, അല്ലു പറഞ്ഞു. ഈ പ്രാവശ്യം അയാൾ ഞെട്ടി. എൻ്റെ മോൻ? അയാളുടെ കണ്ണ് നിറഞ്ഞു. അയ്യോ, സ്വന്തം മോൻ്റെ കാര്യം വന്നപ്പോൾ കണ്ണൊക്കെ അങ്ങ് നിറഞ്ഞല്ലോ. അതേടോ, തൻ്റെ മോൻ സഹൽ ഇന്ന് ഈ ഭൂമിയിൽ ജീവനോടെ ഇല്ല. പിന്നെ അവൻ്റെ കുറച്ച് അവയവമൊക്കെ അവിടെ എവിടെയായി ഉണ്ട്. അവനെ കൊണ്ട് ആകെ ഉണ്ടായ ഒരു ഉപകാരം, അല്ലു പറഞ്ഞു. നോ, സാനി അലറി വിളിച്ചു. സ്വന്തം രക്തത്തെക്കുറിച്ച് അറിഞ്ഞപ്പോൾ നിനക്ക് നൊന്തോ? ഇന്നും ഒരുത്തി എൻ്റെ വീട്ടിലുണ്ട്, കണ്ണീർ വാർത്ത്. അവളുടെ പ്രണയം നഷ്ടമായി എന്ന സങ്കടത്തിൽ. അറിയോ? അവളുടെ കണ്ണീരിൻ്റെ ഒരംശമാകില്ല നിന്റെ ഈ പൂങ്കണ്ണീർ, അല്ലു പറഞ്ഞു. അപ്പോൾ രണ്ടുപേർക്കും കൂടെയുള്ള അടുത്ത എൻ്റെ വിസിറ്റിംഗ് ഒറ്റയ്ക്കാകില്ല. തൻ്റെ ശിങ്കിടി കൊന്നു എന്ന് താൻ വിശ്വസിക്കുന്ന, നിന്റെ അടി കൊണ്ട് ചത്തു എന്ന് നീ കരുതുന്ന ക്രിസ്റ്റി ശ്രയാൻ ഇന്നും ജീവനോടെയുണ്ട്, അല്ലു ചിരിയോടെ പറയുമ്പോൾ സാനി ഞെട്ടി. നന്നായി തന്നെ. അവൾക്കത് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. നിന്നെപ്പോലെ ഒരു പീറ പെണ്ണിൻ്റെ അടി കൊണ്ട് ചാകേണ്ടവനല്ല എൻ്റെ ക്രിസ്റ്റി. അത്രയും പറഞ്ഞ് അവരെ നോക്കി പുച്ഛിച്ചുകൊണ്ട് അല്ലു അവിടെ നിന്ന് ഇറങ്ങി. സാനിക്ക് ദേഷ്യമാണോ സങ്കടമാണോ എന്നറിയില്ല. അവൾക്കൊരിക്കലും വിശ്വസിക്കാൻ കഴിയുമായിരുന്നില്ല ക്രിസ്റ്റി ജീവനോടെ ഉണ്ട് എന്ന വാർത്ത. അല്ലു പിന്നെ ഓഫീസിലെത്തുമ്പോൾ ദേവു, റിയ, എബി ഒക്കെ പോയിരുന്നു. അവൻ പിന്നെ ക്യാബിൽ കയറി കുറച്ച് ഫയൽസൊക്കെ നോക്കി വെച്ചു. കാരണം നാളെ അവൻ ഓഫീസിൽ വരാൻ സമയമുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവൻ അത്യാവശ്യം വേണ്ടതൊക്കെ ചെയ്തു വെച്ചു. രാത്രിയാണ് ഓഫീസിൽ നിന്ന് ഇറങ്ങിയത്. അല്ലു വീട്ടിലെത്തുമ്പോൾ എല്ലാവരും കിടന്നിരുന്നു. ഡെവി അവനെ കാത്തിരിപ്പുണ്ട്. അല്ലു, പപ്പയുടെ വിളി കേട്ട് അല്ലു ഒന്ന് നിന്നു. സാധാരണ രാത്രി ഈ ഇരിപ്പ് പതിവില്ലാത്തത് കൊണ്ട് തന്നെ അവന് സംശയം ഉണ്ടായിരുന്നു. എന്താ അപ്പാ? അല്ലു ചോദിച്ചുകൊണ്ട് താഴേക്ക് ഇറങ്ങി വന്നു. പോയവർ പോയി. ഇനി അവരെ ഓർത്ത് നീ നിന്റെ ചുറ്റുമുള്ളവരെ വേദനിപ്പിക്കരുത്, ഡെവി കുറച്ച് കടുപ്പിച്ചു പറഞ്ഞു. എന്താ അപ്പാ? അതിന് ഞാൻ. അല്ലു ഡെവിയെ നോക്കി. ഇന്ന് ദേവുമോൾക്ക് ചെക്കപ്പിന് പോകേണ്ട ദിവസമായിരുന്നു. മോളുടെ ഒപ്പം പോകാൻ നീ ഇല്ലായിരുന്നു. ആ കൊച്ചു നിന്നെ പല പ്രാവശ്യം വിളിച്ചു, പക്ഷേ നീ എടുത്തില്ല. ഞങ്ങൾ വിളിച്ചു, എടുത്തില്ല. അവസാനം എബിയാണ് മോൾ ഡോക്ടറിനെ കാണാൻ പോയപ്പോൾ കൂടെ പോയത്. ആ മോൾക്ക് ഈ സമയം നീ കൂടെ ഉണ്ടാകണമെന്ന് ആഗ്രഹമുണ്ടാകും. അത് നീ കാണാതെ പോകരുത്. ഞങ്ങളെ വിശ്വസിച്ചല്ല, നിന്നെ വിശ്വസിച്ചു നിന്റെ ഒപ്പം നിൽക്കാൻ, നിന്റെ തണലിൽ കഴിയാൻ ആഗ്രഹിക്കുന്ന മോളാണ്. അവളെ ഈ അവസ്ഥയിൽ വേദനിപ്പിച്ച ചിലപ്പോൾ ദൈവം പോലും എൻ്റെ മോനോട് പൊറുക്കില്ല. ഡെവി അത്രയും പറഞ്ഞ് കയറിപ്പോയി. അല്ലു നേരെ മുറിയിലേക്ക് പോയി. ദേവു നല്ല ഉറക്കമായിരുന്നു. അവൻ ഡ്രസ്സൊക്കെ മാറി വന്ന് അവളുടെ അടുത്തായിരുന്നു. പിന്നെ അവളുടെ ടോപ്പ് അല്പം ഉയർത്തി വയറ്റിലേക്ക് തന്നെ കുറച്ച് സമയം നോക്കി. പിന്നെ മെല്ലെ അവിടെ ചുണ്ടമർത്തി. പപ്പയോട് പിണക്കമൊന്നും വേണ്ട കേട്ടോ, പപ്പ കുറച്ച് തിരക്കിലായിപ്പോയടാ, അവൻ പതിയെ പറഞ്ഞു. മുഖമുയർത്തി അവളെ നോക്കിയപ്പോൾ അവൾ നല്ല ഉറക്കമാണ്. അവൻ പതിയെ അവളുടെ നെറ്റിയിലും ചുണ്ടിലും ഒന്ന് മുത്തി. എൻ്റെ പെണ്ണിന് എന്നെ മനസ്സിലാകുമെന്ന് എനിക്കറിയാം. സോറിഡി, കുറച്ച് ദിവസം കൂടെ നീ ഇങ്ങനെ എന്നെ കണ്ടേ പറ്റൂ കുഞ്ഞെ, അല്ലു മനസ്സിൽ പറഞ്ഞുകൊണ്ട് അവളെ ചേർത്ത് പിടിച്ചു കിടന്നു. ദേവുവിൻ്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു. പാതിരാത്രി അല്ലുവിൻ്റെ ഫോൺ റിങ് ചെയ്യുന്നത് കേട്ട് അവൻ കണ്ണു തുറന്നു. അവൻ അവളെ ബെഡിലേക്ക് കിടത്തി ഫോൺ എടുത്ത് നോക്കി. ഹലോ, നാളെ രാവിലെ എനിക്ക് അത്യാവശ്യമായി കണ്ടേ പറ്റൂ, അത്രയും പറഞ്ഞ് കോൾ കട്ടായി. അല്ലു സംശയത്തോടെ ഫോണിലേക്ക് നോക്കി. പതിവില്ലാത്ത വിളിയായിരുന്നു. അല്ലു പിന്നെ കിടന്നിട്ടും അവന് നേരെ ഉറങ്ങാൻ പറ്റിയില്ല. നേരം പോയ നേരത്തായിരുന്നു നിയെ വിളിച്ചത്, അതും കുറച്ച് നാൾ കൂടി. അവളുടെ ശബ്ദം അത് അത്രയും ഗൗരവത്തിൽ. നിയെയും ഇവിടെ ഉറക്കം വരാതെ കിടപ്പുണ്ട്. അവളുടെ ഉള്ളിൽ ക്രിസ്റ്റിയുടെ മുഖം തെളിഞ്ഞു വരുന്നുണ്ട്. അവൻ അവളുടെ അടുത്തുള്ളതുപോലെ തോന്നി അവൾക്ക്. അവൾ അടുത്ത് കിടക്കുന്ന അമ്മയെ നോക്കി. പിന്നെ ശബ്ദമുണ്ടാക്കാതെ എണീറ്റ് ടേബിളിലിരുന്ന ക്രിസ്റ്റിയുടെ ഫോട്ടോ എടുത്തു നോക്കി.
അതിലേക്ക് അവൾ നോക്കി. കുസൃതിച്ചിരി ഒളിപ്പിച്ചു നിൽക്കുന്ന അവന്റെ മുഖം കണ്ട് അവളിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു. അവൾ അതേ ചെറു പുഞ്ചിരിയോടെ അവളുടെ കഴുത്തിൽ കിടക്കുന്ന മിന്നിലേക്ക് നോക്കി. എന്താ മോളെ, എന്തിനാ ഇങ്ങനെ നിൽക്കുന്നേ? അമ്മ അവളുടെ പിറകിൽ നിന്ന് ചോദിച്ചു. കിടന്നിട്ട് ഉറങ്ങാൻ പറ്റുന്നില്ല, അതാ. അമ്മ മിഴിഞ്ഞ കണ്ണോടെ അവളെ നോക്കി. സാധാരണ അവൾ ഒന്നും മിണ്ടില്ല, ഇന്ന് മറുപടി പറയുന്നു. മോൾക്ക് വേറെ എന്തെങ്കിലും വയ്യായിക തോന്നുന്നുണ്ടോ? അമ്മ അവളുടെ തലയിൽ തലോടി ചോദിച്ചു. ഇല്ല. അപ്പോഴാണ് അവളുടെ കയ്യിലിരിക്കുന്ന ക്രിസ്റ്റിയുടെ ഫോട്ടോ കണ്ടത്. എന്റെ കുഞ്ഞ്, അമ്മ വിതുമ്പി. നീയ അമ്മയെ ചേർത്ത് പിടിച്ചു. അമ്മ കരയണ്ട, ഇച്ചായ മരിച്ചിട്ടില്ല. അവർ ഞെട്ടി അവളെ നോക്കി. നീയ ചെറുതായി പുഞ്ചിരിച്ചു. കുറച്ചു നാളിന് ശേഷം. മോളെ, നമ്മൾ അന്ന് കണ്ടതല്ലേ, അമ്മ പറഞ്ഞു. എന്റെ ഇച്ചായൻ ജീവനോടുണ്ട്, എനിക്കറിയാം. അവളുടെ ഉറച്ച ശബ്ദവും മുഖത്തെ ഗൗരവമൊക്കെ കണ്ട് അമ്മയ്ക്ക് എന്തോ വല്ലായ്മ തോന്നി. നീയ അമ്മയെ ഒന്ന് നോക്കിയിട്ട് പോയി കിടന്നു. അമ്മയും അവളുടെ അടുത്ത് പോയി കിടന്നു. അമ്മയ്ക്ക് പിന്നെ കിടന്നിട്ട് ഒരു സമാധാനവുമില്ലായിരുന്നു. പിറ്റേന്ന് രാവിലെ ദേവു ഉണരുമ്പോൾ അല്ലു എങ്ങോട്ടോ പോകാൻ റെഡിയാവുമായിരുന്നു. അവൾ എണീറ്റ് മുടി ഒതുക്കി കെട്ടിവെച്ചു അവന്റെ അടുത്തേക്ക് വന്നു. ഇച്ചായൻ രാവിലെ എങ്ങോട്ടെങ്കിലും യാത്ര പോവുകയാണോ? അവൻ അവളെ തിരിഞ്ഞു നോക്കി. പാവം, അവനെ നോക്കി ചിരിയോടെയാണ് ചോദിക്കുന്നത്. അവൻ അവളെ ചേർത്ത് പിടിച്ചു. ദേവു അവനെ അമ്പരന്ന് നോക്കി. കാരണം കുറച്ചു ദിവസമായി എന്തെങ്കിലും ചോദിച്ചാൽ ഗൗരവത്തിലോ ദേഷ്യത്തിലോ ആണ് മറുപടി കിട്ടുന്നത്. അവൾ അടുത്തു പോയാലേ ദേഷ്യപ്പെട്ട് ഓടിക്കും. രാത്രി മാത്രമാണ് ഒന്ന് ചേർത്ത് പിടിക്കുന്നത്. സോറി, അവളുടെ കവിളിൽ അമർത്തി ചുംബിച്ചുകൊണ്ട് അല്ലു പറഞ്ഞു. അവൾ ഒന്നും മിണ്ടിയില്ല. അവനെ നോക്കി. എന്നോട് പറഞ്ഞുകൂടായിരുന്നോ ചെക്കപ്പിന്റെ കാര്യം? അല്ലു ചോദിച്ചു. ഞാൻ പറയാൻ വന്നപ്പോൾ ഇച്ചായൻ ദേഷ്യപ്പെട്ട് ഓഫീസ് റൂമിൽ പോയി കിടന്നു, ദേവു സൗമ്യമായി പറഞ്ഞു. സോറിയടി, ഞാനൊന്ന് പുറത്തു പോവുക, വരാൻ വൈകും. അവൻ പെട്ടെന്ന് ഫോണെടുത്ത് പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങിയതും അവൾ അവനെ വിളിച്ചു. ഇച്ചായനൊന്ന് നിന്നേ. അവൾ അവന്റെ മുന്നിൽ പോയി നിന്നു. എന്താടോ? അവൻ വാച്ചിലേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു. ഇച്ചായൻ സോറി പറഞ്ഞില്ലേ? ഇച്ചായൻ ഇത്രയും ദിവസം എന്നോട് കാണിച്ച അവഗണനയ്ക്ക് പകരമാവുമോ ആ സോറി? ദേവു ഗൗരവത്തിൽ ചോദിച്ചു. അവൻ അവളെ സൂക്ഷിച്ചു നോക്കി. ദേവു, അല്ലു എന്തോ പറയാൻ തുടങ്ങിയതും ദേവു തടഞ്ഞു. ഞാൻ പറഞ്ഞു കഴിഞ്ഞില്ല ഇച്ചായ, ക്രിസ്റ്റിയും വല്യമ്മച്ചയും ഇവിടെ എല്ലാവർക്കും പ്രിയപ്പെട്ടത് തന്നെയാണ് എന്ന് പറഞ്ഞ് അവരാരും എന്നോട് ഇച്ചായൻ കാണിച്ച പോലെ അവഗണന, വെറുപ്പ്, ദേഷ്യം ഒന്നും കാണിച്ചില്ല. ഇവിടെ അവർക്ക് പരസ്പരം പറഞ്ഞ് സമാധാനിക്കാൻ എല്ലാവരുമുണ്ട്. എനിക്ക് ആരാ ഉള്ളത്? അവരൊക്കെ എൻ്റെ സ്വന്തം തന്നെയാണ്. ഞാൻ ഒറ്റയ്ക്കല്ല, എൻ്റെ ഉള്ളിൽ 2 ജീവനുണ്ട്. ദേവു പറഞ്ഞു നിർത്തുമ്പോൾ അല്ലു ഞെട്ടലോടെ അവളെ നോക്കി. അവന്റെ നോട്ടം കണ്ടിട്ട് ദേവു തുടർന്നു. ഇച്ചായൻ എന്നെ അവഗണിക്കുമ്പോൾ ആ അവഗണന എൻ്റെ കുഞ്ഞുങ്ങളെ കൂടിയാണ് ബാധിക്കുന്നത്. ഞാനും വികാരവും വിചാരവും ഒക്കെയുള്ള ഒരു മനുഷ്യജീവി തന്നെയാണ്. അത് ഇച്ചായൻ ഇടയ്ക്കൊന്ന് ഓർത്താൽ നല്ലത്. ചിലപ്പോൾ ഇച്ചായൻ ആവശ്യ സമയത്ത് എന്നോട് അവഗണന കാട്ടിയിട്ട് പിന്നെ ഒരു സോറി പറഞ്ഞ് ചേർത്ത് പിടിച്ചാലോ ചുംബിച്ചാലോ അതൊക്കെ എനിക്ക് വെറും പ്രഹസനമായിട്ട് മാത്രമേ തോന്നൂ. സ്നേഹം ഉള്ളിൽ കൊണ്ട് നടക്കാതെ അത് പുറത്ത് കാണിക്കും. അല്ലെങ്കിൽ ചിലപ്പോൾ ആ സ്നേഹത്തിൽ അർത്ഥമില്ലാതെ ആയിപ്പോവും. ദേവു ഒന്ന് നിർത്തി. അല്ലു ആദ്യമായി ഒരാൾക്ക് മുന്നിൽ തെറ്റുകാരനെ പോലെ തലകുനിച്ചു. അവന്റെ പക്കൽ അവളോട് പറയാൻ മറുപടിയില്ലായിരുന്നു. താൻ കാണിക്കുന്ന അവഗണന, ന്യായീകരണങ്ങൾ വെറും പ്രഹസനമായി പോകും. ഇച്ചായന് ഒരു കാര്യം അറിയുമോ? ഇന്നലെ ഡോക്ടർ എൻ്റെ വയറ്റിൽ ഒരാളല്ല 2 പേരാണെന്ന് പറഞ്ഞപ്പോൾ എന്ത് സന്തോഷമായെന്നോ. ആ സന്തോഷത്തിൽ ഇച്ചായൻ എൻ്റെ ഒപ്പം വേണമെന്നും ആ നെഞ്ചിലൊന്ന് ചേർന്ന് നിൽക്കാൻ ഒക്കെ തോന്നി. ആ സമയം ഇച്ചായൻ എവിടെയായിരുന്നു? ഞാൻ നിങ്ങളുടെ ഭാര്യ എന്ന പരിഗണന വേണ്ട, ഒരു ഗർഭിണിയാണെന്ന പരിഗണനയെങ്കിലും തന്നാൽ നന്നായിരിക്കും ഇച്ചായ. ഇതൊന്ന് പറയണമെന്ന് കരുതിയതല്ല. ഇച്ചായൻ സോറി പറഞ്ഞപ്പോൾ എന്തോ ഇതൊക്കെ പറയണമെന്ന് തോന്നി. പിന്നെ ഞാനിന്നു മുതൽ താഴെ വല്യമ്മച്ചി കിടക്കുന്ന മുറിയിലാണ് കിടക്കുന്നത്. അതെന്റെ തീരുമാനമാണ്. മുൻപ് ഈ മുറി എനിക്ക് ഒരുപാട് സന്തോഷവും നല്ല നിമിഷങ്ങളും തന്നിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ ഈ മുറി കാണുമ്പോൾ ഇച്ചായനെ ആട്ടി ഓടിക്കുന്നതും ദേഷ്യത്തിൽ ഇറങ്ങിപ്പോകാൻ പറയുന്നതും ശല്യമെന്ന് വിളിക്കുന്നതും എന്നോട് സംസാരിക്കാൻ മടിച്ചു ആ മുറിയിൽ കയറി വാതിൽ വലിച്ച് അടയ്ക്കുന്നതും ഞാൻ ഉറക്കമില്ലാതെ കരഞ്ഞ രാത്രികൾ, കാലുവേദന കൊണ്ട് പിടഞ്ഞ രാത്രികൾ, അങ്ങനെ വേദന മാത്രം നിറഞ്ഞ ഒരു തടവറയാണ് എനിക്ക് ഈ മുറി ഇപ്പോൾ. അവസാനം പറഞ്ഞു വന്നപ്പോൾ ദേവുവിന്റെ കണ്ണ് നിറഞ്ഞു, ശബ്ദമിടറി. അത് മറയ്ക്കാനോ അതോ അവന്റെ മറുപടി കേൾക്കാൻ മടിച്ചോ അവൾ ബാത്റൂമിലേക്ക് കയറി ഡോറടച്ചു.